ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എൻ്റെ സൗണ്ടടപ്പിന് എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചമായി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മക്കൾക്കും എൻ്റെ നമസ്കാരവും നന്ദി. കാരണം ഇത്ര സ്നേഹമുള്ള മക്കൾ. അല്പം ഒന്ന് സൗണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ മക്കളെ, തണുപ്പ് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അന്തരീക്ഷം വരുമ്പോഴെല്ലാം ഓരോ മാറ്റങ്ങളാണ്. അതിലൊന്നും ഭയക്കാനൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാനുള്ള ചിന്ത എനിക്ക്. ഞാൻ എൻ്റെ ദേഹത്തെ അങ്ങനെ നോക്കാറില്ല, അതിന് വേണ്ടുന്ന മരുന്ന് ചെയ്യാറില്ല. പിന്നെ അന്നേരം എനിക്ക് ഇടണമല്ലോ ഭാഗവതം. അപ്പോഴും ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞിനെ വിളിച്ച് വാട്സപ്പിൽ വിളിച്ച്, അല്ല ഇത് ചാർജ് തീർന്നു പോയി. അങ്ങനെ വിളിച്ചപ്പോൾ ആ കുട്ടി വേറൊരു വീട്ടിൽ പോയി എനിക്ക് എന്തോ ഒരു സൈസ് പൊടി, എന്താ പറയുക, ചുക്കോ എന്തൊക്കെ ഇട്ട് ഇടിച്ച് പൊടിക്കുന്നൊരു പൊടി, എന്തോന്ന് എനിക്കതിന് പേരറിയാൻ വയ്യ. അത് നാക്കിലിട്ട് അലിച്ചിറക്കുന്ന ഒരു സാധനം അത് കൊണ്ട് തന്ന്. കാരണം എനിക്ക് അന്നേരം ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എനിക്ക് ഭാഗവതം മുടങ്ങും. അങ്ങനെ ഞാൻ അങ്ങനെ വിളിച്ച്, എനിക്ക് നടക്കാനൊന്നും വയ്യ, തണുപ്പല്ലേ. അതുകൊണ്ട് ആ കുട്ടി വിളിച്ചപ്പോഴേ എല്ലാ മക്കളും നല്ല സ്നേഹമുള്ള മക്കളാണ്. ഉടനെ ഞാൻ പറഞ്ഞു, വേണ്ട മക്കളെ, ഇനിയിപ്പോൾ പോവേന്നും വേണ്ട, വിളിച്ച് ചോദ്യം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എല്ലാം അടുത്തടുത്ത വീടാണെങ്കിൽ പോലും എനിക്ക് വേണ്ടി അങ്ങനെ ആ കുട്ടി ഉടനെ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ നിന്ന് അത് ശേഖരിച്ച് എനിക്ക് ഇവിടെ കൊണ്ട് തരുന്ന വീട്ടിൽ. അതും ആ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് രാമായണം തന്ന വീടാണ്. അതാണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാനേ ഒക്കുന്നില്ല, തണുപ്പായിട്ട്. മറ്റേ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴേ പോയി അവരെയൊക്കെ കാണാറുണ്ട്. അമ്മയ്ക്ക് വയ്യാതൊക്കെ അമ്മയ്ക്കൊക്കെ കിടപ്പാണ്. ഇപ്പം വലിയ കുഴപ്പമില്ല. അപ്പം എത്രമാത്രം നല്ല നല്ല മക്കളൊക്കെ നമുക്ക് ഈശ്വരൻ അങ്ങനെ കുറച്ച് മക്കളെ നമുക്ക് തരും. നമുക്ക് ചേരുന്ന കുറച്ച് മക്കളെ തരും. കൊള്ളാത്തവരെയൊക്കെ ഒഴിച്ച് കളയും. അതാണ് ഒരു കുടുംബത്തിലുള്ള മക്കളായാൽ പോലും അങ്ങനെയാണ് നമ്മുടെ ബന്ധുക്കൾ. അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത, ഈശ്വരന് ഇഷ്ടം നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മളോട് കാണിച്ചാൽ അവരെയൊക്കെ മാറ്റി നിർത്തും. എന്നിട്ട് ഭഗവാൻ നമുക്ക് വേണ്ടുന്ന കുട്ടികളെ നമുക്ക് തരും. അതാണ് ഈശ്വരൻ്റെ മഹിമ. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഭഗവാൻ നന്ദി പറയണം. എനിക്ക് വയ്യാത്ത സമയത്ത് ഈ അടുത്തുള്ളവരൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ആഹാരങ്ങളൊക്കെ കഴിച്ചോ എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഴമ്പ് കൊണ്ടുവരുന്നു, തൈലമിട്ട് തരുന്നു, മുമ്പിൽ കിടന്ന് കട്ടിലിൽ കിടപ്പായപ്പോൾ അന്ന് അതുപോലെ എല്ലാവരും അങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവർക്ക് നന്ദി വേണം, കൊടുക്കണം. അതുപോലെ തന്നെ ഭഗവാനോട് അതിനേക്കാൾ നന്ദി പറയണം. എപ്പോഴും ഭഗവാനാണ് നമ്മളെ നടത്തിച്ചുകൊണ്ട് പോകുന്നത്. അസുഖങ്ങൾ എല്ലാവർക്കും വരും. അത് ശരീരഘടന അങ്ങനെയാണ്. അത് ഇരുമ്പുകൊണ്ട് വാർത്തതൊന്നുമല്ല നമ്മുടെ ശരീരം. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഭയക്കുകയൊന്നും വേണ്ട. വരുന്നിടത്ത് വെച്ച് കാണാനുള്ള ചിന്ത മാത്രം മതി. ഈശ്വരന് വേണമെങ്കിൽ നോക്കിക്കോട്ടെ, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ശരീരം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഈശ്വരന് വേണോ, ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടക്കണോ, ഭഗവാന് വേണോ ഒക്കെ നോക്കട്ടെ, അത്രയേ ഉള്ളൂ. എനിക്കത്രയേ ഉള്ളൂ. എന്നാലും എല്ലാ മക്കളും അതും ഭഗവാന്റെ കടമയാണ്. മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളോട് ചെയ്യിക്കുന്ന ഈശ്വരനാ. അതുകൊണ്ട് നമുക്ക് നാരായണീയം 2-4 ദിവസമായിട്ടിട്ട് അല്പം ഇടാം. 63 ഗോവർദ്ധന ഉദ്ധാരണം. അത് ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ കുടയായി പിടിച്ച് നിർത്തി പൊത്തത്തി ചുഴറ്റി ഇളക്കി കുഞ്ഞുങ്ങൾക്ക്, അതാ ഗോപന്മാർക്കും പശുക്കൾക്കെല്ലാം മഴ നനയായിരിക്കും. കാരണം 7 ദിവസത്തെ മഴയാ ഇന്ദ്രൻ കണ്ണനെ മനഃപൂർവ്വം പറ്റിക്കുക. എന്താ ഇവൻ ഭഗവാനാണെന്നൊന്നും അറിയില്ല, ഇവൻ എത്ര മെടുക്കല്ലോ എന്നപ്പോൾ എന്നുള്ള രീതിയിൽ അത്രമാത്രം കുടയൊക്കെ പിടിച്ച് നിന്നപ്പോൾ അത്രയ്ക്ക് വൈരാഗ്യം ഇന്ദ്രനുണ്ട്. കാരണം എന്താ, യാഗം പർവ്വതത്തിന് കൊടുത്തു, യാഗം ഇന്ദ്രന് കിട്ടിയില്ല, അതിൻ്റെ ദേഷ്യം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പറയുന്നു, ഇത്ര വലിയ ഗോവർദ്ധനത്തെ ഒറ്റ കയ്യിൽ താങ്ങി നിൽക്കുന്ന കണ്ണനെ കണ്ടിട്ട്, ആ നിൽപ്പ് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ പറയുന്നു, ഈ ഗോപന്മാർ പറയുക, ഈ പർവ്വതമാണെങ്കിൽ എത്ര വലുതാണ്, കൃഷ്ണനോ ചെറുതും. ഈ കൊച്ചു ബാലൻ ഈ പടുകൂറ്റൻ പർവ്വതത്തെ ഇടത്തെ കയ്യിൽ വഹിച്ച് ഒരേ നിൽപ്പ് നിൽക്കുന്നത് എന്തൊരു അത്ഭുതമാണ്. ഇത് പർവ്വതത്തിൻ്റെ ശക്തി ആയിരിക്കുമോ? ചിറകില്ലെങ്കിലും പർവ്വതത്തിന് ആകാശത്ത് പൊങ്ങി നിൽക്കാൻ ശക്തി ഉണ്ടായിരിക്കുമോ? ഗോപന്മാർ ഇങ്ങനെ സംശയിച്ചു. കുഞ്ഞുങ്ങളുടെ സംശയമല്ലേ, അവർക്ക് എന്തറിയാം, ഭഗവാൻ ആരാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. പറഞ്ഞാൽ പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ നാരായണൻ എന്തും അസാധ്യമം സാധിക്കുന്നത്, ഏത് അസാധ്യത്തിനെയും സാധിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് ഇവിടെ നമുക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. ശ്ലോകം 7. ധാർഷ്ട്യം അമുഷ്യവടോർഗിരിം വ്യഥിത ബാഹുരസൗ അവരോപയേൽ ഇതി ഹരിസ്ത്വബദ്ധ വിഗർഹണോ ദിവസ സപ്തകം ഉഗ്ര അവർഷയൽ.
അഹഹധാഷ്ട്യം അമുഷ്യവടോർഗിരിം വ്യഥിതബാഹുരസോ അവരോപയേൽ ഇതി ഹരിസ്ത്വബദ്ധ വിഗർഹണോ ദിവസ സപ്തകം ഉഗ്രം അവർഷയൽ. ഇവിടെ ഇന്ദ്രൻ പറയുന്ന അമ്പട ഈ ചെറുക്കൻ്റെ ഒരു ഹുങ്ക്, കാരണം പർവ്വതം ഇടത്തെ കയ്യിൽ മൊത്തം എടുത്ത് വെച്ചും കൊണ്ട് കുടയ പോലെ നിർത്തിയിട്ട് കുട്ടികളെല്ലാം പശുക്കളെല്ലാം അതിനകത്ത് കയറിയപ്പോൾ അയാൾക്ക് കണ്ടപ്പോൾ സഹിച്ചില്ല. അമ്പട ഈ ചെറുക്കൻ്റെ ഒരു ഹുങ്ക് കണ്ടില്ലേ, കാട്ടി കൊടുക്കാം. എന്തുവാ ഇനി അതിനേക്കാൾ ശരിക്കും മഴ വർഷിക്കാമെന്നാണ് പറയുന്നത്. ആരാ? ഇന്ദ്രൻ. ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. നമ്മൾ പറയത്തില്ല, നീ ഇപ്പം നോക്കിക്കോ, നിൻ്റെ ഒരു ഹുങ്ക്, ഒരു അഹങ്കാരം കണ്ടില്ലേ, ഇപ്പം ഞാൻ കാട്ടിക്കൊടുക്കാം. ആ കൈ കഴിക്കുമ്പോൾ താനെ കൊന്ന് താഴെ ഇട്ടോളും. അപ്പോൾ കുഞ്ഞിൻ്റെ കൃഷ്ണൻ, നിനക്ക് ഇപ്പം ഞാൻ കാട്ടിത്തരാം, നിൻ്റെ കൈ കഴിക്കുമ്പോൾ നീ താനെ പർവ്വതം താഴെ വെച്ചോളും എന്നിങ്ങനെ വിചാരിച്ച് ഇന്ദ്രൻ അവജ്ഞയോടെ, അത്രമാത്രം ഒരു അവജ്ഞ പോലെ, ഒരു കുട്ടിയോട് കാണിക്കുന്നൊരു അവജ്ഞ. അതെന്താ കാരണം? അഹങ്കാരം ഇന്ദ്രന്. അപ്പോൾ എന്നാൽ സാധാരണ നല്ല മനുഷ്യരാണെങ്കിൽ ആ കുഞ്ഞിന് എന്തോ ശക്തിയുണ്ട്, അല്ലെങ്കിലുണ്ടോ ഇങ്ങനെ എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. നല്ല മഹാത്മാക്കൾ അങ്ങനെ. ഇത് ഇന്ദ്രന് അഹങ്കാരം കൊണ്ട് ഇപ്പം നിനക്ക് കാട്ടിത്തരാം, നിൻ്റെ കൈ കഴിക്കുമ്പോൾ തനിയെ വെച്ചോളും എന്നിങ്ങനെ ഒരു അവജ്ഞ പോലെ ഇന്ദ്രൻ വിചാരിച്ചു മനസ്സിൽ. ഭഗവാനേ, അങ്ങനെ ആരാ പറയുന്ന ഭഗവാനേ എന്ന്? ഭട്ടതിരിപ്പാട്. കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ 7 ദിനം ആ ഒരുപോലെ പകൽ മഴ പെയ്ച്ച് നിനക്ക് ഇപ്പം കാട്ടിത്തരാമെന്ന് പറഞ്ഞ് നിൻ്റെ കൈ കഴിക്കുമ്പോൾ 7 ദിവസം എന്തായാലും പിടിച്ചുകൊണ്ട് നിൽക്കത്തില്ലല്ലോ, അതിനകത്ത് കൈ കഴിക്കുമല്ലോ. ഇതാണ് ഇന്ദ്രൻ്റെ ആ കുട്ടിയോടുള്ള അവജ്ഞ. ആ 7 ദിവസം ഒരുപോലെ രായും പകലും മഴ പെയ്ച്ചു കൊടുത്തു ഭട്ടതിരിപ്പാട്. ഭഗവാനെ നാരായണ, 7 ദിവസമാണ് ആ ഇന്ദ്രൻ ഒരുപോലെ രാപകൽ മഴ പെയ്ച്ചു. അതാണ് ഇതിൽ പറയുന്നത്, ഈ ശ്ലോകത്തിൽ. അത്ര അഹങ്കാരമാണ് ഈ ഇന്ദ്രന്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറയും. ശ്ലോകം 8. അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ച ഘനോൽക്കരേ അപഹൃതേ മരുതാ മരുതാംബതി ത്വത് അഭിശങ്കതധീ സമുപാദ്രവൽ. അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ച ഘനോൽക്കരേ അപഹൃതേ മരുതാ മരുതാംബതി ത്വത് അഭിശങ്കിതധീ സമുപാദ്രവൽ. ഇവിടെ ഭഗവാൻ ആ 7 ദിവസം ഒരുപോലെ മഴ പെയ്ച്ചു, രായും പകലും. അപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ? 7 ദിനം ഒരുപോലെ മഴ ചൊരിഞ്ഞിട്ടും ഭഗവാൻ കൃഷ്ണൻ വെച്ച കാലടി ഒന്ന് ഇളക്കിയില്ല, മറിച്ച് കൂടി ചേർന്ന് ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. ഒരല്പം പോലും മറിച്ച് ചിന്തിച്ചില്ല, ഒന്നുകൂടെ ഉറച്ചു തന്നെ നിന്നു. പിന്നെ പെയ്ത വെള്ളമെല്ലാം മാറി മഴക്കാറുകളെ എല്ലാം കാറ്റടിച്ച് അകറ്റി കളഞ്ഞപ്പോൾ ആ ദേവേന്ദ്രൻ അങ്ങയെ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. 7 ദിവസം ഒരുപോലെ പെയ്തപ്പോൾ ഭഗവാൻ തളർന്ന് അവിടെ വെക്കുമെന്നാണ്. ഭഗവാനൊന്നും അവനറിയില്ല ഇന്ദ്രന്. കൈ കഴിക്കുമ്പോൾ തനിയെ നിർത്തിക്കൊള്ളുമെന്ന് കരുതി. പക്ഷെ ഇവിടെ ഒരല്പം പോലും കാലിളകിയില്ല, മറിച്ച് ഒന്നുകൂടി ചേർന്ന് ഉറച്ചു തന്നെ അങ്ങ് നിന്നു കണ്ണൻ. പിന്നെ പെയ്ത വെള്ളമെല്ലാം മാറി മഴക്കാറുകളെല്ലാം കാറ്റടിച്ച്, മഴക്കാറുണ്ടെങ്കിലല്ലേ പിന്നെ മഴ പെയ്യുള്ളൂ, കാറ്റടിച്ച് അകറ്റി കളഞ്ഞപ്പോൾ ആ ദേവേന്ദ്രൻ അത് കണ്ടപ്പോൾ ഭയന്ന്, എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ചിന്തയുണ്ട്. ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. നമുക്ക് 9-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 9. ശമ ഉപേയുഷി വർഷഭരേ തഥാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ശമ ഉപേയുഷി വർഷഭരേ തഥാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ഇവിടെ ഭഗവാനെ ഗുരുവായൂരപ്പ പെരുമഴ മാറുകയും ഗോക്കളും ഗോപന്മാരും പുറത്തു പോരുകയും ചെയ്തപ്പോൾ അങ്ങ് പർവ്വതം താഴെ വച്ചു. എല്ലാവരും പുറത്തിറങ്ങി, ഭഗവാൻ താഴെ വച്ചു പർവ്വതം. ഇത് കണ്ട ഗോപന്മാർ ഓടി വന്ന് ഭഗവാനെ അങ്ങയെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. അത്രമാത്രം സന്തോഷം. അയാളെന്തുവാ അവജ്ഞ കാണിച്ചു ഇന്ദ്രൻ. എന്നിട്ട് ഭയന്ന് ഓടിപ്പോയി. ആദ്യം അവജ്ഞ കാണിച്ച് എന്നപ്പോൾ കാണിച്ചരാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? മഴയെല്ലാം മാറി പിള്ളേരെല്ലാം പുറത്ത് വന്നു, ഭഗവാനെ കെട്ടിപ്പിടിച്ച് അത്രമാത്രം സന്തോഷമായിട്ട്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ധരണിം ഏവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ശ്രമ ഇതിനുത സ്ത്രീ ദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാംഗതാൽ. ധരണിം ഏവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ശ്രമ
ഇതിനുദസ്ത്രീ ദശൈ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗതാൽ. ഇവിടെ ഭഗവാൻ പണ്ട് ഭൂമിയെ പൊക്കിയെടുത്ത ആളാണ്. അതായത് പന്നിയായി ചെന്ന് ഭൂമിയെ പൊക്കി ഹിരണ്യാക്ഷനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അപ്പോൾ പണ്ട് ഭഗവാനെ അങ്ങ് ഭൂമിയെ തന്നെ പൊക്കിയെടുത്തിട്ടുള്ളതാണല്ലോ. അങ്ങേക്ക് ഈ ഒരു പർവ്വതം ഉയർത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണോ? ഭൂമിയിലെ ഒരു ചെറുഭാഗം മാത്രമല്ലേ ഈ പർവ്വതം. ഭൂമിയെ മൊത്തം പൊക്കിയെടുത്തയാളിന് അതിൻ്റെ ഒരു ചെറുഭാഗം പൊക്കാൻ ഒരു പ്രയാസവുമില്ല എന്നിങ്ങനെ ലക്ഷ്മീകാന്ത ഭഗവാനെ ദേവന്മാർ ഇങ്ങനെ സ്തുതിച്ചു. ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാടും പറഞ്ഞു, ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരണമേ, എന്നെ രക്ഷിക്കണമേ എന്നിങ്ങനെ ഭട്ടതിരിപ്പാടും പ്രാർത്ഥിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.